വിഞ്ചേട്ടാ, ഈ മലയാള സിനിമാ ചരിത്രത്തിൽ ഇന്നും പരീക്കുട്ടിയും കറുത്തമ്മയും ശരിക്കും ചർച്ചയാകുന്നൊരു സംഭവമാണല്ലോ. അതെ, അതിൻ്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ നോവലുകൾ സിനിമയാകുമ്പോൾ പൂർണ്ണമായി അതൊരു പെർഫെക്റ്റ് ആവാറില്ല എന്നാണ് പൊതുവേ പറയുന്നത്. അതായത് നോവൽ വായിച്ചൊരു ഫീല് സിനിമയ്ക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വന്ന ആടുജീവിതം പോലും നമുക്ക് പുസ്തകത്തിൽ വായിച്ചൊരു ഫീല് സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഓരോ സിനിമകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആസ്വാദകർക്ക് പലതരത്തിലാണ് അതിൻ്റെ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നത്. നമ്മളിപ്പോൾ ഒരു സംഭവം കണ്ടു, അപ്പോൾ ഒരു നോവൽ നമ്മൾ വായിച്ചു, അപ്പോൾ ആ നോവൽ വായിക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്താണ് ആ നോവൽ വായിക്കുന്നത്. നമ്മളത് ഉൾക്കൊണ്ടാണ് വായിക്കുന്നതെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്താണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ വിഷ്വലൈസ് ചെയ്തതിനകത്ത് നിന്ന് വ്യത്യസ്തമായിരിക്കും വേറെ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ബിൻചേട്ടൻ ചിന്തിക്കുന്നത്. അപ്പോൾ ബിൻചേട്ടൻ സിനിമ എടുക്കുകയാണെങ്കിൽ ബിൻചേട്ടൻ്റെതായ കാഴ്ചപ്പാടിലല്ലേ തീർച്ചയായിട്ടും. അതാണ് അതിനകത്തെ പ്രശ്നം വന്നിട്ടുള്ളത്. അല്ല, അതിലിപ്പോൾ ഒരു പ്രശ്നം ഈ ആടുജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു പുസ്തകത്തിൻ്റെ ഫീൽ കിട്ടില്ല. പക്ഷേ ഏറെക്കുറെ ഒരു 95% പെർഫെക്ഷൻ കിട്ടിയൊരു സിനിമ എന്ന് പറയുന്നത് ചെമ്മീൻ തന്നെയാണ്, നോവലുമായി. അത് ആർക്കും അത് തർക്കമുണ്ടാവില്ല, കാരണം അത് അത്ര പെർഫെക്റ്റായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പ്രതിഭകളായിരുന്നു അതിന് പിന്നിൽ ഉണ്ടായത്. അതായത് ഇന്നേക്ക് 60 വർഷം മുമ്പ് മലയാള സിനിമയിൽ ഒരു ഇതിഹാസം പിറന്നു. തകഴിയുടെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി എസ് എൽ പുരം സദാനന്ദൻ തിരക്കഥ എഴുതി രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ചെമ്മീൻ. മികച്ച കഥയും മലയാളത്തിലെ എണ്ണം പറഞ്ഞ പ്രതിഭകളുടെ മത്സരാഭിനയവും സാങ്കേതിക തികവുമെല്ലാം ഒത്തുചേർന്നപ്പോൾ മലയാളത്തിലെ പകരം വയ്ക്കാനില്ലാത്ത ദൃശ്യാനുഭവമായി ചെമ്മീൻ മാറി. മധു, സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഷീല, SP പിള്ള, അടൂർ ഭവാനി, ഫിലോമിന തുടങ്ങിയവരാണ് ചെമ്മീനിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അത് അനശ്വരമാക്കിയത് അവരാണ്. അഭിനയ പ്രതിഭകളോടൊപ്പം ഇന്ത്യൻ സിനിമയിലെ മികച്ച സാങ്കേതിക വിദഗ്ധരും പിന്നിൽ അണിനിരന്നപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ക്ലാസിക് കാവ്യം തന്നെയാണ്. അരയ സമുദായത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി ചിത്രീകരിച്ചൊരു സാധാരണ പ്രണയ കഥയാണ് മലയാളിയുടെ മനസ്സ് കീഴടക്കിയ അസാധാരണ ചലച്ചിത്രാനുഭവമായി മാറിയ ചെമ്മീൻ. പ്രണയകഥയ്ക്കപ്പുറം കടലിൻ്റെയും കടപ്പുറത്തെയും ജീവിതങ്ങളുടെയും പച്ചയായ കഥയാണ് അഭ്രപാളികളിൽ രാമു കാര്യായിട്ട് വരച്ചു കാട്ടിയത്. ചെമ്മീൻ എന്ന സിനിമയും പ്രമേയ പശ്ചാത്തലത്തെയും പിൻപറ്റി വിവിധ ഭാഷകളിൽ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. മലയാളിയുടെ മനസ്സ് കീഴടക്കിയ ചെമ്മീൻ എന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ പറയാം. 1965 ഏറ്റവും മികച്ച ചലച്ചിത്രമുള്ള രാഷ്ട്രപതിയുടെ സുവർണ്ണ കമലം ലഭിച്ചത് ചെമ്മീനാണ്. ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമയായിരുന്നു ചെമ്മീൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ മാത്രം ഇറങ്ങിയിരുന്ന മലയാള സിനിമയിൽ ആദ്യമായി ഈസ്റ്റ്മാൻ കളറിൽ പുറത്തിറങ്ങിയ ചിത്രമെന്ന ഖ്യാതിയും ചെമ്മീനുണ്ട്. അതോടൊപ്പം തന്നെ വയലാർ രചിച്ച് സലീൽ ചൗധരി സംഗീതം പകർന്ന് KJ യേശുദാസ്, മന്നാഡെ, P ലീല, KP ഉദയഭാനു, ശാന്ത P നായർ എന്നിവർ ആലപിച്ച 5 മനോഹര ഗാനങ്ങൾ ചെമ്മീൻ സിനിമയുടെ മറ്റൊരാകർഷണമായിരുന്നു. മാനസ മൈനേ വരൂ, കടലിനക്കരെ പോണോരെ, പെണ്ണാളെ പെണ്ണാളെ, പുത്തൻ മലക്കാരെ എന്നീ ഗാനങ്ങൾ അക്കാലത്ത് മലയാള സിനിമയിലെ വലിയ ഹിറ്റുകളായിരുന്നു. ഇപ്പോഴും ആ പാട്ടുകൾ ഹിറ്റാണ്. അതെ അതെ മാനസമൈനെ വരുമൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ പ്രണയം പരാജയപ്പെടുമ്പോൾ പാടുന്നു എന്നും പറഞ്ഞിട്ട് കളിയാക്കുക. അതുണ്ട് ബാക്കി വന്ന പാട്ടാണ് അത്. മധുവൊക്കെ വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തത്. അതെ അതെ. കറുത്തമ്മയും കളിക്കൂട്ടുകാരനായി വളർന്ന പരീക്കുട്ടി മരിച്ചു കിടക്കുന്നതാണ് ചെമ്മീനിലെ അന്ത്യരംഗം. കൂടെ ഒരു സ്രാവും കരക്കടിഞ്ഞു. പക്ഷേ കാറും കോളും മുറിച്ച് കടലിൽ പോയ കറുത്തമ്മയുടെ കെട്ടിയവൻ പളനി തിരിച്ചെത്തിയില്ല. കറുത്തമ്മ എന്ന നിലവിളിയോടെയാണ് ചൂണ്ടയിൽ കുരുങ്ങിയ സ്രാവിന് പിന്നാലെ അയാൾ എന്നേക്കുമായി മറഞ്ഞു പോകുന്നത്. മലയാള സിനിമാ പ്രേക്ഷകർ കണ്ണീർ വാർത്തുകൊണ്ടായിരുന്നു തിയേറ്റർ വിട്ടിറങ്ങിയത്. ഇപ്പോഴും അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും മരണവും പളനിയുടെ തിരോധാനവും ഇന്നും ഒരു വിങ്ങലോടെ അല്ലാതെ മലയാളിക്ക് പറയാനാവില്ല, അല്ലെങ്കിൽ കണ്ടു തീർക്കാനാവില്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ക്യാമറാമാനായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ മർക്കസ് ബർട്ട്ലി ചെമ്മീൻ സിനിമയിലൂടെ ഛായാഗ്രഹനായി, ചിത്രസംയോജകനായി ഋഷിദായ എന്ന ഋഷികേശ് മുഖർജിയും ഗായകനായി മന്നാഡയും മലയാളത്തിലെത്തി. 1965 ഓഗസ്റ്റ് 19 ഓണക്കാല റിലീസായാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഒരു ഓണത്തിനാണ് വന്നത്. കൺമണി ഫിലിംസിൻ്റെ ബാനറിൽ ബാബു ഇസ്മയിൽ സേട്ടാണ് ചിത്രം നിർമ്മിച്ചത്. 8 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റായി. 40 ലക്ഷത്തിലധികം രൂപ നേടി. അതായത് അത്രയും 60 വർഷങ്ങൾക്ക് മുമ്പ് 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്നത്തെ 100 കോടിയോളം പൈസ വരുന്നത്. അത് 40 ലക്ഷം രൂപയാണ് ലാഭം. അതായത് 8 ലക്ഷം മുടക്കി 40 ലക്ഷം രൂപ കളക്ഷൻ കിട്ടി. ഒരു വല്ലാത്തൊരു ഫീലാണത്. അതിൽ ഈ ഓരോ രംഗങ്ങൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ് ആ സിനിമയിൽ. അതിനകത്ത് ഈ സത്യൻ ഇങ്ങോട്ട് വന്നിട്ട്
കല്യാണം കഴിച്ചതിന് ശേഷം സത്യൻ വന്നിട്ട് കിടക്കാൻ പോകുമ്പം ഷീല പായ വിരിക്കും. അന്നേരം സത്യൻ ആ പായെല്ലാം തട്ടി മാറ്റിയിട്ട് ഈ പായലും തലയണയിലും കിടന്നൊന്നും എനിക്ക് ശീലമില്ല, ഞാൻ വെറും തറയിലേ കിടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ആ ഒരു തികച്ചും അതൊരു അങ്ങ് ജീവിക്കുകയായിരുന്നു സത്യനൊക്കെ. അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അഭിനയം എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹമൊക്കെ അഭിനയിച്ചത്. അതോടെ മധുവിൻ്റെയും ഷീലയുടെയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. ആ സിനിമയുടെ ഇപ്പം കണ്ടാലും നമുക്കത് മുഴുവൻ തന്നെ ഒറ്റ ഇരുപ്പിൽ കണ്ടു തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അത്ര മനോഹരമായൊരു സിനിമയാണ്. ഏതായാലും ആ സിനിമയ്ക്ക് ഇന്ന് ഷഷ്ടിപൂർത്തി വന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു 2ാം ഭാഗം വരുന്നു എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാവുമെന്ന് നമുക്കറിയില്ല. കാരണം ഇത് ആ ഒരു ക്ലാസിക് സൃഷ്ടിയുടെ 2ാം ഭാഗം ഒരിക്കലും നമുക്ക് എമ്പുരാൻ 2 പോലെ ഇല്ല, എമ്പുരാൻ 2 പോലെയോ അല്ലെങ്കിൽ അതുപോലെ കൊണ്ടുവരാൻ പറ്റുന്നൊരു ചിത്രമല്ലല്ലോ ഇത് സ്വാഭാവികമായിട്ടും. കാരണം ഇതിൽ നായകനും നായികയും മരിക്കുന്നു. അതോടൊപ്പം തന്നെ നായികയുടെ ഭർത്താവായിട്ടുള്ള പളനി തിരോധാനം ചെയ്യുന്നു, കടലിൽ കാണാതാവുന്നു. പിന്നെ ഇതിന് ശേഷം ഇനി സിനിമ വരണമെങ്കിൽ നായകനും നായിക മരിച്ചുപോയി, അതിൽ ഭർത്താവെന്ന് പറയുന്ന ആളിനെയും കാണാനില്ല. പിന്നെ അതിൻ്റെ 2ാം ഭാഗത്തിന് പ്രസക്തിയില്ല. പക്ഷേ എന്നാലും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ചെമ്മീൻ ഒരു 2ാം ഭാഗം വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ വേറൊരു സാധ്യതയുണ്ട്, ഒരു റീ റിലീസിനുള്ള സാധ്യത. റീ റിലീസിനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇപ്പം ഒരുപാട്. അതെ 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 റീ റിലീസിന് വന്നാൽ ഈ പടം നല്ല രീതിയിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ പ്രിൻ്റുകളൊക്കെ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ വിഗതകുമാരനെയൊക്കെ പോലെ വിഖ്യാതമായ ഒരു സൃഷ്ടിയാണ്. ഇതിൻ്റെ പ്രിൻ്റ് ഒരു പക്ഷേ പ്രിൻ്റ് കിട്ടാനുള്ള സാധ്യത. ഈ ദേവദൂതൻ തന്നെ അവർ റീ റിലീസിന് വേണ്ടി ശ്രമിച്ചിട്ട് അവസാന ഘട്ടത്തിലാണ് ഇവർക്ക് ചെന്നൈയിൽ നിന്ന് ഒരു പ്രിന്റ് കിട്ടുന്നത്. അതുവരെ പ്രിന്റ് ഇവരുടെ ഇല്ലായിരുന്നു. റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നോക്കി അവസാനം അവിടെ നിന്ന് കിട്ടിയിട്ടാണ് പിന്നെ മാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് പണിയൊക്കെ എടുത്തിട്ട് 4K മാറ്റിയിട്ട് റിലീസ് ചെയ്തു. ചെമ്മീൻ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ, ഗംഭീരായിരിക്കും. അത് ഈ ക്യൂബിലൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് കുറേ ടെക്നിക്കലായിട്ട് അത് മാറ്റിയെടുത്ത് കൺവെർട്ട് ചെയ്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടി ചെമ്മീൻ മാനസമേനയൊക്കെ സ്ക്രീനിൽ പാടുന്ന ഓഡിയൻസ് ഇരുന്ന് പാടുന്നത് ഉറപ്പായിട്ടും അങ്ങനെ ഒരു സീൻ ഉണ്ടാവും. ഭയങ്കര ഫീലായിരിക്കും അത്. അതിനകത്ത് ഈ മധു വന്ന് ഓരോരോ ഈ മധുവിനെ കാണിക്കുമ്പോൾ തന്നെ എപ്പോഴും പ്രണയ നൈരാശ്യത്തിൻ്റെ ഒരു നായകനായിട്ടാണല്ലോ വരുന്നത്. അദ്ദേഹം വന്ന് ഓരോ ഈ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക വ്യതകൾ ആ പാട്ടിലൂടെ അദ്ദേഹം ഒരു നഷ്ടപ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ആ മുഖത്ത് മിന്നി മറയുന്നത് നമുക്ക് കാണാം. അത് വളരെ മനോഹരമായിട്ടാണ് മന്നാടെ അത് ആലപിച്ചതും. അപ്പോൾ ആ മന്നാടയുടെ ആലാപനത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മധു ആ ഒരു ദുഃഖ സീനിൽ അഭിനയിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറേയേറെ പാട്ടുകൾ, അതായത് ഈ കടലിനക്കരെ പോണവരെ, പെണ്ണാളെ പെണ്ണാളെ, പുത്തൻ മലക്കാരെ, എത്ര മനോഹരം. വയലാറാണ് രചിച്ചത്, സലീൽ ചൗധരി സംഗീതം പകർന്ന് യേശുദാസും മന്നാടേയും പീലിയിലെയും KP ഉദയഭാനുവും ശാന്ത P നായർ എന്നിവരാണ് ആലപിച്ചത്. വളരെ മനോഹരമായ ഗാനങ്ങളാണ് ചെമ്മീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യഭാഷകളിലുള്ള സിനിമ ആസ്വാദകരും അല്ലെങ്കിൽ സിനിമ വിദ്യാർത്ഥികളും ഒക്കെ ഇപ്പോഴും റെഫറൻസ് ആയിട്ട് ചെമ്മീൻ ഉപയോഗിക്കുന്നു. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ അവർ പഠിക്കുന്നുണ്ട്. കാരണം ഈ 1960 കാലഘട്ടം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സിനിമ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ആ സമയത്ത് 8 ലക്ഷം രൂപ എക്സ്പെൻസ് വന്നൊരു പടമാണ്. അപ്പം വെച്ചാൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ അത്രയും ഇതായിട്ട് എടുത്ത ഒരു സിനിമയായിട്ടാണ് അന്നും ഇന്നും ചെമ്മീൻ കാണുന്നത്. ഇപ്പം അന്നത്തെ 8 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ 100 കോടിക്ക് അപ്പോൾ 100 കോടിക്ക് മേലുള്ള എക്സ്പെൻസ് ഉള്ള ഒരു പടം എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അന്ന് ഇന്നത്തെ അതേ ടെക്നോളജിയെ വെല്ലുന്ന രീതിയിൽ അന്ന് ആ പടം ചെയ്തിട്ടുണ്ട്. കടലിനകത്തൊക്കെ ഷൂട്ട് ചെയ്ത് ഒക്കെ വളരെ ഗംഭീരമായിട്ട് സ്രാവിനെ പിടിക്കാൻ പോകുന്ന അതൊക്കെ ഇന്ന് ടെക്നോളജി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ CG ചെയ്യും. പക്ഷെ അന്ന് അത് അങ്ങനെയല്ല, ഒറിജിനലായിട്ട് കമ്പ്യൂട്ടർ ഇല്ല, സംവിധാനങ്ങളില്ല. അപ്പൊ അവിടെയാണ് ഈ ചെമ്മീനും ഇന്നത്തെ സിനിമയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സുവർണ്ണ ചകോരം പോലുള്ള ഇത് കൊടുത്തിട്ട് ഈ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നിന്ന് ചെമ്മീൻ പരിഗണിക്കുകയും സുവർണ്ണ ചകോരം കൊടുത്തിട്ട് രാഷ്ട്രപതി അതിനെ അംഗീകരിക്കുകയും ചെയ്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഒരു സിനിമയെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുള്ള ഒരു റെഫറൻസിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ചെമ്മീൻ ഉണ്ടാവും.